ഇംഗ്ലീഷ് ഫുട്ബോൾ ഇതിഹാസം വെയിൻ റൂണി നമ്മുടെ നെയ്മറെ പറ്റി പറഞ്ഞൊരു കൂട്ട് നമ്മൾ ചെയ്തിരുന്നു വീഡിയോ ആക്കി. അതുപോലെ തന്നെ ലിയണൽ മെസ്സിയെയും പറ്റി പുള്ളിക്കാർ കൂട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നെഗറ്റീവ് അല്ല, പോസിറ്റീവ് കൂട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്താന്ന് വെച്ചാൽ ഐ തിങ്ക് വി എവർ ലക്കി മെസ്സി നെവർ കെയിം ടു ദ പ്രീമിയർ ലീഗ്. അതായത് പ്രീമിയർ ലീഗ് മെസ്സി വരാത്തതിൽ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതിനുശേഷം പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് എന്താന്ന് വെച്ചാൽ മെസ്സി അവിടെ പ്രീമിയർ ലീഗിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു പ്രീമിയർ ലീഗ് പുള്ളിക്കാരൻ കണ്ടൽ ലീഗ് ആക്കി മാറ്റും, അതായത് ഫാർമേഴ്സ് ലീഗ് ആക്കി മാറ്റിയിരുന്നു എന്നുള്ള സംഭവമാണ്. അതായത് വെയിൻ റൂണി പറഞ്ഞു വെക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ അലക്സ് ഫെർഗൂസിന്റെ മെസ്സിയെ പറ്റിയുള്ള കാഴ്ചപ്പാട് തികച്ചും എന്താണ് ഒരു തെറ്റായ കാര്യമായിരുന്നു. കാരണം നിലവിൽ ലാമിൻ യമാൽ പ്രീമിയർ ലീഗ് ക്ലബ്ബുകളോട് എന്താണ് പുള്ളിക്കാരൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയാൽ മെസ്സി അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മെസ്സി തീർച്ചയായും ആ ഒരു ലീഗിനെ മൊത്തത്തിൽ കുക്ക് ചെയ്തേനെ. പിന്നെ ബാക്കി പറയുന്ന കാര്യമാണ് ആദ്യം മെസ്സി അവിടെ വന്നിട്ടില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണ് എന്നുള്ള കാര്യം. ഹാപ്പി അല്ല, ലക്കിയാണ് എന്നുള്ള കാര്യം. കാരണം എന്താ വെച്ചാൽ ഈ പ്രീമിയർ ലീഗിന് എപ്പോഴും അവർക്ക് ഏതാണ് ബെസ്റ്റ് ലീഗ്. അവിടെ ഒരു ടോപ്പ് 6 ടീം ആഴ്സണൽ, മാഞ്ചസ്റ്റർ സിറ്റി, ലിവർപൂൾ, ടോട്ടനാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തുടങ്ങിയ ചെൽസി തുടങ്ങിയ ടീമുകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ആ പേരുണ്ട്. അവരുടെ രീതിയിൽ പലപ്പോഴും നമ്മൾ ആ ഒരു കോമ്പറ്റീഷൻ കാണാറുണ്ട്. പക്ഷെ ആ ഒരു ലീഗിലെ ടീമുകളെ മെസ്സിയും അതുപോലെ തന്നെ പല പ്ലേയേഴ്സും കുക്ക് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവൻ ദോ ഹാലൻഡിന്റെ ഫസ്റ്റ് സീസണിലടക്കം ആ ഗോൾ സ്കോറിങ് ബുണ്ടസ് ലീഗിൽ ഇല്ലാതെ മാതിരിയല്ല, പ്രീമിയർ ലീഗിൽ ഭയങ്കര ടഫാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് ആബ്സല്യൂട്ട്ലി കുക്ക് ചെയ്തൊരു സീസണായിരുന്നു. പ്രീമിയർ ലീഗിൽ 38 ഗോളൊക്കെ അടിക്കാന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ലിയണൽ മെസ്സിയും ഒരുപക്ഷെ അവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു പ്രീമിയർ ലീഗിനെ പുള്ളിക്കാരനെ കണ്ടൽ ലീഗാക്കി മാറ്റിയിരുന്നത് എന്നായിരുന്നു ലിയണൽ മെസ്സിയെ പറ്റിയുള്ള വെയിൻ റൂണിയുടെ സ്റ്റേറ്റ്മെന്റ്. ഏതായാലും ഇതേ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഫുട്ബോൾ കാര്യങ്ങൾ ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക.